പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സൗഖ്യമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. സങ്കീർത്തനം 37:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളുടെ നീതിയും ന്യായവുമൊക്കെ തക്ക സമയത്ത് വെളിപ്പെടുത്തും. നമ്മളത് പ്രൂവ് ചെയ്യുവാൻ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ജീവിതത്തിൽ ചിലർ ഇങ്ങനെ കാണും, മുറിപ്പെടുത്താനും വേദനിപ്പിക്കാനും കുറ്റം പറയാനും അപവാദം പറയാനും കളിയാക്കാനും നിന്ദിക്കാനും ഒക്കെ. അതൊന്നും കാര്യമാക്കരുത്. അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ സമയം കളയരുത്. പിശാചിൻ്റെ ഒരു ഭയങ്കര തന്ത്രമാണ് മനസ്സിനെ ക്ഷീണിച്ച് മനസ്സിനെ ഇടിച്ച് ഈ വക പ്രവൃത്തികളോടൊക്കെ നമ്മൾ പ്രതികരിക്കണമെന്നുള്ളത്. പ്രതികരിച്ചാൽ നമ്മളിൽ നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെടും, നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടും, നമ്മളുടെ സമയം നഷ്ടപ്പെടും, നമ്മളിൽ പകർന്ന അഭിഷേകം നഷ്ടപ്പെടും. നോക്കിക്കേ, ഒത്തിരി നാൾ പ്രാർത്ഥിച്ച് കരഞ്ഞു കൊതിച്ച് പ്രാപിച്ച അഭിഷേകമൊക്കെ നഷ്ടപ്പെടുവാൻ നമ്മളുടെ ചില പ്രതികരണങ്ങൾ ഇടയായാൽ എന്തൊരു ദുഃഖമല്ലേ. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ നീതിയെയോ നിഷ്കളങ്കത്തെയോ വെളിപ്പെടുത്താൻ പോകണ്ട. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ. നിങ്ങളുടെ നീതിയെയും ന്യായത്തെയും ഒക്കെ പ്രഭാതം പോലെയും മധ്യാഹ്നം പോലെയും ഒക്കെ പ്രകാശിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രഭാതം എത്ര മനോഹരമല്ലേ, മധ്യാഹ്നം എത്ര മനോഹരമാ. പ്രൈസ് ദ ലോർഡ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മറഞ്ഞിരിക്കുന്ന നീതിയില്ലേ, ഇപ്പോൾ ന്യായമായ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിലാണ്, അത് മറഞ്ഞിരിക്കുകയല്ലേ, അതാരും അറിയുന്നില്ല. ഇതെങ്ങനെ മറ്റുള്ളവരെ അറിയിക്കും എന്നോർത്ത് ദുഃഖിക്കുകയല്ലേ. ഭാരപ്പെടണ്ട. നല്ല പ്രഭാതം പോലെ സ്വർഗം അതിനെ പ്രകാശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലേ, എൻ്റെ സാക്ഷി ഉയരത്തിൽ, എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലെന്ന്. എത്ര ആഴമുള്ള വചനമാ അതല്ലേ. ഹല്ലേലൂയ. നിങ്ങളുടെ ന്യായവും നീതിയും നിഷ്കളങ്കത്വവും ഒന്നും തെളിയിക്കുവാൻ ആരുടെയും കൂട്ടുപിടിക്കണ്ട കേട്ടോ, ആരുടെയും കാല് പിടിക്കണ്ട. എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാമോ, എൻ്റെ കയ്യിൽ തെറ്റില്ലെന്ന് ഒന്ന് പറയാമോ, അവരോട് അതൊന്ന് വിളിച്ച് പറയാമോ എന്നൊന്നും ആരും ഇപ്പോൾ ചിന്തിക്കണ്ട കേട്ടോ. നമുക്ക് ഒരു ദൈവമുണ്ട്, വിശ്വസ്തനായ ദൈവം, മാറ്റമില്ലാത്തവൻ, വലിയവനായ കർത്താവ്, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. അവിടുന്ന് നമ്മൾക്ക് തുണ. മനുഷ്യർക്ക് നമ്മളോട് എന്ത് ചെയ്യുവാൻ സാധിക്കും? മനുഷ്യനൊക്കെ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും, എത്ര എന്തായാലും കുത്തി നിന്ന് നമ്മൾക്ക് വിരോധമായി, നിങ്ങൾക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയാലും അതൊന്നും ഫലിക്കത്തില്ല. നിങ്ങൾക്ക് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നിങ്ങൾക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന ഒരായുധവും ഒരു ആയുധവും അതെൻ്റെ മേൽ ഫലിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സോ നിങ്ങൾക്ക് ന്യായവും നീതിയും തക്ക സമയത്ത് നിങ്ങളുടെ ഇന്നസെൻസിനെ വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. എനിക്കത് മതിയെന്നൊന്ന് പറയാമോ? ഒന്ന് ഉറപ്പോടെ പറഞ്ഞ്, ഇനി ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കത്തില്ല, ആരുടെയും കൈയും കാലും പിടിക്കാൻ ഞാൻ പോകത്തില്ല, ഞാൻ ആരെയും ഫോൺ ചെയ്ത് എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കത്തില്ല, ഞാൻ തന്നെ എൻ്റെ നിഷ്കളങ്കത്തെ തെളിയിക്കാനൊന്നും ശ്രമിക്കത്തില്ല. തക്ക സമയത്ത് അപ്പ അതെല്ലാം പുറത്ത് കൊണ്ടുവരും എന്നൊന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പറഞ്ഞ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തോടല്ലേ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ നാളുകളിലൊക്കെ മൗനമായിരുന്ന ചില സാഹചര്യങ്ങളുണ്ട് കേട്ടോ. ചിലതൊക്കെ വിരോധമായി കേട്ടപ്പോൾ, ചില പ്രവൃത്തികളൊക്കെ കണ്ടപ്പോൾ പ്രതികരിക്കണമെന്നങ്ങ് തോന്നിപ്പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അയ്യോ, ഇപ്പം പറഞ്ഞാലോ, എൻ്റെ കൈ തെറ്റില്ല എന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞാലോ, 4 പേരെ അതൊന്ന് അറിയിച്ചാലോ എന്ന് ഞങ്ങൾ ചിന്തിച്ച അനവധി നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് വിലക്കും. പരിശുദ്ധാത്മാവ് പറയും, യുദ്ധം നിൻ്റേതല്ല, യുദ്ധം എൻ്റേതാ, നീ മിണ്ടാതിരുന്നാൽ മതി, മിണ്ടാതിരുന്ന് ഞാൻ ആരാണെന്ന് നീ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി എന്നിങ്ങനെ ഹോളി സ്പിരിറ്റ് പറഞ്ഞു തരും. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം, പരിശുദ്ധാത്മാവ് വേണം, പരിശുദ്ധാത്മാവില്ലാതെ പറ്റത്തില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹോളി സ്പിരിറ്റ് അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തപ്പോൾ, എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തപ്പോൾ അവിടെയൊക്കെ മൗനമായിരുന്നു. തക്ക സമയത്ത്, അതായത് അപ്പായുടെ സമയത്ത്, ഞങ്ങളുടെ ജീവിതത്തിലെ നിഷ്കളങ്കത്വമൊക്കെ അവിടുന്ന് പ്രഭാതം പോലെ പ്രകാശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രഭാതം എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതല്ലേ, എല്ലാവരും ഒരുപോലെ കാണുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ വെളിപ്പെടുത്തിയാൽ 2 or 3 പേരോടെ നമുക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ നമ്മളുടെ കയ്യിൽ കുഴപ്പമില്ല, തെറ്റില്ല എന്ന്. എന്നാൽ നമ്മൾ മിണ്ടാതെ ഇരുന്ന് ചിലതൊക്കെ ഒന്ന് കേൾക്കേണ്ടി വന്നാലും ക്ഷമയോടെ കാത്തിരുന്നാൽ അപ്പ തക്ക സമയത്ത് അങ്ങ് വെളിപ്പെടുത്തും. അത് ലോകം
മഹത്വം, നിങ്ങളെ ഓണർ ചെയ്യത്തക്കവണ്ണം, നിങ്ങളെ മാനിക്കത്തക്കവണ്ണം ചില മാന്യതകൾ അപ്പ കൽപ്പിക്കും. അപ്പോൾ അത് വേണോ? നിങ്ങൾ സ്വയമായി നിങ്ങൾ ഇന്നസെൻസിനെ പ്രൂവ് ചെയ്യണോ? തീരുമാനിച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്നൊന്നും വേണ്ട അല്ലേ? അപ്പ ചെയ്യട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം പരിശുദ്ധാത്മാവ് ചില ഉള്ളങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാം കേട്ടോ. ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാം. ഞാൻ പ്രതികരിക്കും എന്നുള്ള തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ പിന്മാറാം. ചിലരെ വിളിക്കാം എന്ന് തീരുമാനിച്ച തീരുമാനങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ പിന്മാറാം. ഒരു ലോയറിനെ ഒന്ന് ആശ്രയിച്ചാലോ എന്ന് ചിന്തിച്ച ആ തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറാം. എന്നിട്ട് ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് പറ, അപ്പ അവിടുന്ന് തക്ക സമയത്ത് എനിക്ക് വേണ്ടി ഇടപെട്ടാൽ മതി, ഞാൻ അതിനായി ക്ഷമയോടെ കാത്തിരിക്കാം ഒന്ന് പറഞ്ഞേ. അപ്പായോടല്ലേ പറയുന്നത്? ഹൃദയം തുറന്ന് വാ തുറന്ന് അങ്ങ് പറഞ്ഞു. അപ്പ അത് കേൾക്കും. തക്ക സമയത്ത് പ്രഭാതം പോലെയും മധ്യാഹ്നം പോലെയും നിങ്ങളുടെ നീതിയെയും ന്യായത്തെയും നിങ്ങൾ ആരാണെന്നുള്ളതും നിങ്ങളുടെ നിഷ്കളങ്കത്വവും സ്വർഗം തെളിയിച്ചോളും. ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിന് നന്ദി. അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങ് വിശ്വസ്തൻ, മാറ്റമില്ലാത്തവൻ, അങ്ങ് സർവശക്തൻ, അങ്ങ് അത്യുന്നതൻ, സർവജ്ഞാനി, സർവവ്യാപി, ഞങ്ങളുടെ സങ്കേതം, ഞങ്ങളുടെ കോട്ട, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ പാറ, ഞങ്ങൾക്ക് ചുറ്റും ശൈലം. ഹല്ലേലൂയ. റംസേ റക്കേമി നക്കോദിയാം ധാരിയാം സേ ലിബൽ കമാനിയ അംദൽ കമാനക സ്തേരിയാംഷസ് വൈഡ കമാനക തേരിയാംദൽ ഉടകത്തകൽ കമാനക ഷഗ്രേനിയാം സേ. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പൊന്നുമക്കളെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. അങ്ങ് ഇന്ന് അവരുടെ ഉള്ളങ്ങളോട് സംസാരിച്ചതിന് സ്തോത്രം. മൗനമായിരിക്കേണ്ട അടുത്ത് മൗനമായിരിക്കട്ടെ. അപ്പായുടെ പ്രവൃത്തിക്കായി അവർ കാത്തിരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കാത്തിരിക്കുന്നു. ഞങ്ങൾ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയോട് ഒത്തിരി ഇഷ്ടമാ കർത്താവേ. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണേ. ഒരു സെക്കൻഡ് പോലും അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. പിതാവാം ദൈവമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പൊന്നേശുവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പൊന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു. എൻ്റെ പ്രിയരെല്ലാം ബ്ലെസ്ഡ് ആകട്ടെ. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാ, എത്ര വലിയവനാ. ആ കർത്താവിൽ മാത്രം ഒന്ന് ആശ്രയിച്ച് ജീവിച്ച് നോക്കണം കേട്ടോ. ഇന്നലെ ഞാൻ എൻ്റെ മമ്മിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. മമ്മിയും എൻ്റെ ഹസ്ബൻഡും മക്കളും ഞങ്ങളെല്ലാവരും കൂടി ന്യൂയോർക്കിൽ ഞങ്ങളൊരു കസിൻ സുഖമില്ലാതെ ഇരിക്കുന്നുണ്ടേ. അവിടെ കടന്നുപോയി. അപ്പം കർത്താവ് അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് വിടുവിച്ച ഒരു ടെസ്റ്റ് മണി കേൾക്കുവാനിടയായി. കർത്താവ് എത്ര വലിയവനാ, എത്ര നല്ലവനാ. തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നവനാ. ശത്രു എന്നൊക്കെ പദ്ധതികൾ ചുറ്റും നമുക്കെതിരെ പ്ലാൻ ചെയ്താലും കർത്താവ് അതിനെയൊക്കെ തകർത്ത്. എൻ്റെ കസിൻ പറയുകയുണ്ടായി, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അസുഖമില്ലായിരിക്കുന്നത്, പറയുകയുണ്ടായി, ഫെബി, പിശാച് എന്നൊക്കെ തന്ത്രം ഒരുക്കിയാലും അന്തിമ ജയം നമ്മുടെ കർത്താവിനാ. യെസ്, ആ ഒരു ഉറപ്പുണ്ടോ? അത് മാത്രം മതി. പിശാച് ചുമ്മാ കിടന്ന് കുറച്ച് കളിച്ചോട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അന്തിമ ജയം, ഹല്ലേലൂയ, നമ്മുടെ അപ്പായ്ക്ക കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മൗനമായിരിക്കേണ്ട അടുത്ത് മിണ്ടാതിരുന്നോണം. അപ്പ യുദ്ധം ഏറ്റെടുത്തോളും. തക്ക സമയത്ത് നീതിയും ന്യായവും നിഷ്കളങ്കത്വവും എല്ലാം അവിടുന്ന് വെളിപ്പെടുത്തിക്കോളും കേട്ടോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ നിങ്ങൾ ഒത്തിരി പേര് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കർത്താവ് നിങ്ങളെല്ലാം ബലപ്പെടുത്തട്ടെ. നമ്മളുടെ മെമ്പേഴ്സുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാം. അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണം, പ്രതികരിക്കണം. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പരസ്പരം സ്നേഹിച്ച് കർത്താവിനെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ച് അവിടുത്തെ വരവിനായിട്ട് ഒരുങ്ങാം കേട്ടോ. ബ്ലെസ് ചെയ്യും.